ഇന്ന് നമുക്കൊന്ന് ചേലകരിക്കും പോകണം. ഒപ്പം അരി പൊടിപ്പിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 മണി സമയത്താണ് നമ്മൾ പോയത്. നല്ല വെയിലായിരുന്നു. അപ്പം ബസ്സിൽ വെച്ചിട്ട് നമ്മൾ സുന്ദരി വാവയെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ആൾ ഭയങ്കര ഒരു വാശിയൊന്നുമില്ല, അത് കൂളായിട്ട് ക്യൂട്ടായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് ദീപ ചേച്ചിയുടെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേലക്കരയ്ക്ക് ഇറങ്ങിയത്. ഇത് എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ചേലക്കര സ്റ്റാൻഡിൽ കടല വറക്കണ ചേട്ടനാണ് കേട്ടോ. നല്ല രസമല്ലേ ബസ്സിൽ പോകുമ്പോൾ കടലയൊക്കെ കഴിച്ച് പോവുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ചേലക്കോട് വെച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് ശ്രീലക്ഷ്മി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ രാജപാപ്പ റൈസ് മില്ല്. ഇവിടെ നിന്ന് അരി പൊടിക്കാൻ കൊടുത്ത് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. അവിടെ പോയപ്പോൾ മാവിൻ്റെ മുകളിൽ പ്രഭയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. ഒപ്പം ചെക്കന്മാരും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ ചായയും പഴംപൊരിയാണ് കൊടുത്തത്. ഞാൻ പഴംപൊരി കഴിക്കാത്തതുകൊണ്ട് ചായ മാത്രമാക്കി. നമ്മൾ ഒരു റൗണ്ട് മാങ്ങ പൊട്ടിച്ചതാട്ടോ. ഒരു ട്രിപ്പ് ഒരാഴ്ച മുന്നേ പൊട്ടിച്ചതാണ്, പക്ഷെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതേ പ്രഭിനേട്ടൻ സാഹസികമായിട്ട് മാങ്ങ പൊട്ടിക്കണ രംഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് ഇറക്കാൻ പോയിട്ടുണ്ടായിരുന്നു, നിലത്ത് കൊട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാങ്ങ അധികം വലിപ്പം വെക്കില്ല കേട്ടോ. മൂവാണ്ട മാങ്ങയാണ്. എനിക്ക് പഴുത്തതിനേക്കാൾ ചനച്ച മാങ്ങ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് മാങ്ങ ഇഷ്ടം? കമൻറ്റ് ചെയ്യണേ.